അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൂട്ടുകാരെ, എല്ലാവർക്കും ഇൽമുൽ അഹദിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ വീഡിയോയിൽ വന്നേക്കുന്നത് താരീഖ് 13 മുതൽ 1 വരെയുള്ള പാഠങ്ങൾ റിവൈസ് ചെയ്യാനാണ്. നമുക്ക് അവസാനത്തിൽ നിന്ന് ആദ്യത്തിലോട്ട് പോകാം. ആദ്യം 13ാം ചാപ്റ്റർ. ഈ ചാപ്റ്റർ മെയിനായിട്ട് പഠിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇമാമുകളുടെ പേര്, അവരുടെ വർഷം, ഹിജറ വർഷം, മരിച്ചത് എപ്പോഴാണ്, എവിടെ വെച്ചാൽ. ഇത് മാത്രം ഈ പാഠത്തിൽ പഠിച്ചാൽ മതി. പരീക്ഷയിൽ മിക്കവാറും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകളാണ് ഈ പാഠത്തിലുള്ളത്. ഈ പാഠത്തിൽ അത് കാരണം വേറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത് അടുത്ത ചാപ്റ്റർ നോക്കാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് 12ാം പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചു. എപ്പോൾ? ഹിജറ 11ാം വർഷം, സഫർ മാസം. രോഗാവസ്ഥയിൽ പള്ളിയിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്ത്? അള്ളാഹു അവന്റെ അടിമക്ക് ഇഹലോകമോ അവന്റെ അടുക്കൽ ഉള്ളതോ തെരഞ്ഞെടുക്കാൻ അനുവാദം നൽകി. അടിമ അള്ളാഹു വിങ്കൽ ഉള്ളത് തെരഞ്ഞെടുത്തു. ആരുടെ സഹായത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ അടുത്തേക്ക് പോയത്? അലി റളിയല്ലാഹു അൻഹു, ഫളൽ ബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വഫാത്ത് ദിവസം നിസ്കാര ശേഷം അവിടുന്ന് പറഞ്ഞു, എന്ത്? അള്ളാഹു ഹലാലാക്കിയതല്ലാതെ ഞാൻ ഒന്നും ഹലാലാക്കിയിട്ടില്ല. അവൻ ഹറാമാക്കിയതല്ലാതെ ഞാൻ ഒന്നും ഹറാമാക്കിയിട്ടില്ല. പരിഭ്രമിച്ചിരുന്ന ജനങ്ങളെ സമാധാനപ്പെടുത്തിയത് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞാണ് സ്വാധീനപ്പെടുത്തിയെന്ന് ചോദിക്കും. പിന്നെ ഒരു പട്ടിക തരും. അതിൽ പലതര യുദ്ധങ്ങൾ, അതെപ്പോഴാണ് ഉണ്ടായത്, ഏത് വർഷത്തിലാണ്, എപ്പോഴാണ് തീർന്നത്, അതിന് ഉണ്ടായ കിടങ്ങ് കാര്യങ്ങൾ, അതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് 11ാം പാഠം. ഹജ്ജത്തുൽ വിദാ. ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു ഏതിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു. ഏതെല്ലാം അടങ്ങിയതാണ് ഖുതുബത്തുൽ വിദാ? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളും ഗൗരവമായ ഉപദേശങ്ങളും അടങ്ങിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഖുതുബത്തുൽ വിദാ. ഖുതുബത്തുൽ വിദാ നിർവഹിച്ചത് എന്നായിരുന്നു? ഖുതുബത്തുൽ വിദാ എന്ന പ്രധാന ഖുതുബത്ത് അറഫ ദിവസമായിരുന്നു. അടുത്തത് 10ാം പാഠം. ഒരു സമാധാന സന്ധി. സമൂദുകളെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം? തബൂക്ക്. തബൂക്കിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്ത്? ഇന്ന് രാത്രി ശക്തിയായ കാറ്റടിക്കും, ആരും പുറത്തിറങ്ങരുത്. തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല. കാരണം തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും ചെയ്തു. ഹിജറ 9ാം വർഷമായിരുന്നു. അടുത്തത് 9ാം പാഠം. അനീതിക്കെതിരെ ഒരു വിജയം. മുഅ്തത്ത് യുദ്ധത്തിന്റെ കാരണമെന്ത്? എഴുത്തുമായി ചെന്ന ദൂതനെ വധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നിർദ്ദേശിച്ച 3 പടനായകന്മാർ: സെയ്ദ് ബിൻ ഹാരിസ്, സെയ്ദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ റവാഹ, ജാഫർ ബിൻ അബി ത്വാലിബ്. അടുത്തത് 8ാം പാഠം. ശത്രു സൈന്യം. ഒന്നാം ക്വസ്റ്റ്യൻ: മുസ്ലിംകളെ നേരിടാൻ പുറപ്പെട്ട ഗോത്രങ്ങൾ ഏവ? ഹവാസിൻ, സഖീഫ്. മുസ്ലിം സൈന്യം ഹുനൈൻ താഴ്വരയിൽ എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഈ ആക്രമണത്തിൽ മുസ്ലിം സൈന്യത്തിൽ നിന്ന് ചിലർ ഓടിപ്പോവുകയുണ്ടായി. അടുത്തത് 7ാം പാഠം. ഇത് ഇത്തിരി ടഫുള്ള പാഠമാണ് കേട്ടോ, എല്ലാവരും പഠിച്ചോക്കണേ. ഹുദൈബിയ കരാറിനു എതിരായിരുന്നു ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുറൈശികൾ ഹുദൈബിയയിൽ വെച്ച് ഒപ്പുവെച്ച കരാറിന് എതിരായിരുന്നു ആ സഹായം ചെയ്യൽ. മുസ്ലിംകളുടെ സഖ്യകക്ഷി ആരായിരുന്നു? ഖുസാഅ ഗോത്രക്കാർ. അബൂ സുഫ്യാൻ ഇസ്ലാം സ്വീകരിച്ചത് എവിടെ വെച്ചായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വെച്ച്. കഅബയുടെ സമീപം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു? മക്കയുടെ സമീപം ദീതുവ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തെ 2ആയി വിഭാഗിച്ചു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നേരിട്ടു. ആരെ? ബനൂ ബക്കർ ഹുദൈൽ ഗോത്രക്കാർ. അടുത്തത് 6ാം പാഠം. ഖൈബർ ഉപരോധനം. ഖൈബറിൽ താമസിച്ചിരുന്നവർ ആരായിരുന്നു? യഹൂദികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഖൈബറിലേക്ക് പുറപ്പെടാൻ കാരണം അവർ മുസ്ലിംകളെ ദ്രോഹിക്കുകയും മദീനയെ ആക്രമിക്കാൻ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്തു. അവരുടെ ശല്യം സഹിക്കാതായപ്പോൾ 200 കുതിരകളും 600 സ്വഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പുറപ്പെട്ടു. അടുത്തത് 5ാം പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു. എന്തായിരുന്നു ഉദ്ദേശം? ഉംറ ചെയ്യാൻ. അവർ ഇഹ്റാം ചെയ്തു. എവിടെ വെച്ച്? ദുൽഹുലൈഫ. നീ തവാഫ് ചെയ്യുക, മറ്റാരെയും അനുവദിക്കില്ല എന്ന് ആരോട് പറഞ്ഞു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്. ബൈഅത്തുർ റിദ്വാൻ എന്നാൽ എന്ത്? ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ തടഞ്ഞു. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിപ്പിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ ഖുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ ചെയ്തു. ഇത് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നു. ഉംറത്തുൽ ഖദാ എന്ന് പറയുന്നു ഏതിന്? അടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഉംറ നിർവഹിച്ചു. ഇതിന് ഉംറത്തുൽ ഖദാ എന്ന് പറയുന്നു. അടുത്തത് 4ാം പാഠം. മദീനയിൽ കിടങ്ങ് കീറാൻ കാരണമെന്ത്? അബൂ സുഫ്യാന്റെ നേതൃത്വത്തിൽ 10,000 പേർ അടങ്ങുന്ന ഒരു സൈന്യം ഗത്ഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഖന്തഖിന് അഹ്സാബ് യുദ്ധമെന്ന് പറയാൻ കാരണം? ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ അഹ്സാബ് എന്ന് പേരുണ്ട്. കിടങ്ങ് മുറിച്ച് കടക്കാൻ കഴിയാതെ വന്നപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്തു? അമ്പ് ചെയ്തു. കിടങ്ങ് കീറുന്ന സ്വഹാബികൾ എത്ര
പേരുണ്ടായിരുന്നു. 3000. മൂന്നാം പാഠം. ഉഹദ് യുദ്ധമുണ്ടായി വർഷം. 3-ാം വർഷം ശവ്വാൽ മാസത്തിൽ 15-നായിരുന്നു. ഹബ്ലുർ റൂമാത്തിൽ നിർത്തിയവരോട് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു? ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത്. പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു? മുസ്അബ് ബിൻ ഉമൈർ. അടുത്തത് ബദർ, സത്യവിശ്വാസത്തിന്റെ വിജയം. 2-ാം ചാപ്റ്റർ. മദീനയിലെ ജൂത ഗോത്രങ്ങൾ ഏവ? ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതരുമായുണ്ടാക്കിയ കരാർ എന്തായിരുന്നു? മുസ്ലിംകളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നായിരുന്നു കരാറ്. ബദറിലെ ഏറ്റുമുട്ടൽ എന്നായിരുന്നു? ഹിജ്റ 2-ാം വർഷം റമദാനിൽ. അടുത്ത 1-ാം പാഠം. ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യമാണ് എന്ത്? സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഇസ്ലാം യുദ്ധം അനുവദിച്ചത് സന്ദർഭം ഏത്? മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത്. ഇസ്ലാം യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്ത്? അക്രമമല്ല, ആത്മരക്ഷയാണ് ഇസ്ലാം യുദ്ധങ്ങൾ ഉദ്ദേശിച്ചത്. ഇതോടുകൂടി താരീഖിലെ 13 ചാപ്റ്ററുകളും നമ്മൾ റിവൈസ് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ. കഴിയുന്നവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.